Good morning. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ 8 centimeters and 12 centimeters and angle between them is 50 degree. Calculate the area. ഇപ്പോൾ പാരലോഗ്രാം സമാന്തരത്തിന്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്. പാരലോഗ്രാം പ്രത്യേകം നിങ്ങൾക്ക് അറിയാം, രണ്ട് സൈഡ്സ് ഓപ്പോസിറ്റ് പേഴ്സ് പാരലൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഓക്കെ, ഇതിന്റെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദം മീൻസ് 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്? ഈ രണ്ട് ലൈൻസിനും ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ എന്താക്കി എടുക്കാം? 8 സെന്റിമീറ്റർ ആക്കി എടുക്കാം. ഈ ഒരു ലൈൻ 12 സെന്റിമീറ്റർ ആക്കി എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് തന്നിട്ടുള്ളൂ, രണ്ട് സൈഡ് തന്നിട്ടുണ്ട്, അതിനിടയിലുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. പാരലോഗ്രാമിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏരിയ ഓഫ് പാരലോഗ്രാം is equal to base into height. ഓക്കെ, ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ കിട്ടുക. അപ്പൊ ബേസ് നമുക്കറിയാം 12 ആക്കി എടുക്കണം. പക്ഷെ നമുക്ക് ഹൈറ്റ് അറിയില്ല അല്ലേ? ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒരു വെർട്ടെക്സിന് നമ്മൾ ഇത് താഴത്തേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, 90 ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എന്ത് വരും? ഇവിടെ 90 ഡിഗ്രി വരും. വരുമല്ലോ. സൈൻ 50, ഇവിടെ 50 ഡിഗ്രി വരും, ഇവിടെ 90 ഡിഗ്രി വരും. ഇതെന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഹൈറ്റ്. അത് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരയ്ക്കേണ്ടത്. ഞാൻ ജസ്റ്റ് വരച്ചപ്പോൾ ചെരിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ വരും. പാരലോഗ്രാമിന്റെ സൈഡ്സ് ഇത് 50 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഇതാണ് ഹൈറ്റ്. ജസ്റ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എ ബി സി. ഓക്കെ, എ ബി സി ഡി ഇ. ഓക്കെ, അതുകൊണ്ട് എ ബി ഇ ഇതാണ് നമ്മുടെ ആവശ്യമുള്ള ട്രയാങ്കിൾ. നമുക്ക് വേണ്ടത്, നമുക്ക് ബേസ് ഓൾറെഡി അറിയാം, നമുക്ക് 12 ആണെന്നറിയാം. ബേസ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 12 ഇൻറ്റു ഹൈറ്റ് ബി ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി ഇ കണ്ടുപിടിച്ചിട്ട് 12 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ഇ കണ്ടുപിടിക്കണം. ബി ഇ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് 12 8 ആണെന്ന് അറിയാം. ഓക്കെ, ഒരു 15 ഡിഗ്രി ആംഗിളും അറിയാം. അപ്പൊ ഈ ഒരു സൈഡ് തന്നെ ഇക്വേഷൻ എന്തായിരിക്കും? ഏത് എടുക്കുമ്പോഴാണ് ആ സൈഡ് വരാ? സൈൻ എടുക്കുമ്പോഴായിരിക്കോ കോസ് എടുക്കുമ്പോഴായിരിക്കോ ഈ ഒരു സൈഡ് ബി ഇ എന്ന സൈഡ് വരാ? സൈൻ 50 ഡിഗ്രി എടുത്ത് നോക്കാം. സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഇത് ബി ഇ. ബി ഇ ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 8. ഓക്കെ, കണ്ടാ? അപ്പൊ സൈൻ 50 ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് ഈ ബി ഇ എന്ന വശം കിട്ടും. ഓക്കെ, അപ്പൊ സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി കോസ് നിങ്ങൾ എടുത്താൽ ഞങ്ങൾക്ക് എന്ത് കിട്ടില്ല? കോസ് എടുത്താൽ ഞങ്ങൾക്ക് ബി കണ്ടുപിടിക്കാൻ പറ്റില്ല. കോസ് തന്നെ എന്താണ്? അഡ്ജസന്റ് സൈഡാണ് വരുന്നത്. അപ്പൊ കോസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കോസാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എ ബി ബൈ 8 കിട്ടുള്ളൂ. നമുക്ക് എ ബി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള വശം ഏതാന്ന് നോക്കിയിട്ട് വേണം സൈൻ ആണോ കോസ് ആണോ എന്ന് ചൂസ് ചെയ്യാൻ. ഓക്കെ, രണ്ടൊന്നും പ്രോബ്ലം ചെയ്തത് അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആംഗിൾ ഒരെണ്ണേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്താ ആ ഒരു കണ്ടീഷൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ സൈൻ ഇനി നമുക്ക് കോസ് 90 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? കോസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി ബൈ 8 എഴുതാൻ പറ്റും. അപ്പൊ അത് കോസ് 90 ഡിഗ്രി കാര്യം നിങ്ങൾ പഠിക്കുന്നില്ല, അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് പോകണ്ട. നിങ്ങൾ സൈൻ വെച്ച് ചെയ്താൽ മതി. 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനാണോ അല്ലെങ്കിൽ ആംഗിൾ ആയിട്ട് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ആംഗിളും ആ വശമായിട്ട് നോക്കുക. എന്താണ് ബന്ധം? അത് ഓപ്പോസിറ്റ് സൈഡാണോ, എതിർ വശമാണോ, അതായത് അഡ്ജസന്റ് അടുത്തിരിക്കുന്ന വശമാണോ നോക്കുക. വേറെ നോക്കാൻ എതിർ വശമാണ് നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ എടുക്കുക. അത് അടുത്തിരിക്കുന്ന വശമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോസ് എടുക്കുക. ഓക്കെ, ഇവിടെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ഈ വശം വന്നത്, അതുകൊണ്ട് നിങ്ങൾ സൈൻ എടുത്തു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ടു ഫൈൻഡ് ബി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് എടുക്കണം? സൈൻ 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു ബി ഇ ബൈ 8. ഇപ്പൊ ബി ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ബി ഇ ഇസ് ഈക്വൽ ടു സൈൻ 50 ഡിഗ്രി ഇൻറ്റു 8. അപ്പൊ നമുക്ക് ബി ഇയുടെ വാല്യൂ കിട്ടും. സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നോക്കാം. സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെ കൊടുത്തിട്ടുള്ളൂ. സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ കോസ് 40 ഡിഗ്രിയുടെ വാല്യൂ ചെയ്യുമായിരിക്കും. അവിടെ സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 0.766 ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണപ്പെടാൻ പഠിക്കേണ്ട തരും കേട്ടോ, ട്രാക്കിൽ അങ്ങനെ തരാറുണ്ട്. 0.766 ആണ് സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ. ഓക്കെ, 0.766 ഇൻറ്റു 8. അപ്പൊ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം, എത്ര കിട്ടും നോക്കാം.
61. Okay. 1, 2, 3. 1, 2, 3. 6.128. 6.128 centimeter. അപ്പോൾ നമുക്ക് h എന്ന് കിട്ടി 6.128 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പാടില്ലേ? ബി നമുക്ക് കിട്ടി. ബി നമുക്ക് കിട്ടിയാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. എന്താ 12 ഇൻറ്റു 6.128 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. നമുക്ക് ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻറ്റു ഒന്ന് ചെയ്യാം. ഏരിയ is equal to 12 into BE ആണ്. ബി നമുക്ക് 6.128 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഏരിയ കാണാനായിട്ട് നമുക്ക് 12 into BE ചെയ്യാം. ഏരിയ is equal to 12 into BE. BE നമുക്ക് 6.128 കിട്ടി. That means 12 into 6.128 അല്ലേ? is equal to എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 6.128 into 12. 16 6 റിമൈൻഡർ 1 5 2 12 8 2 1 6 അല്ലേ? 8 2 1 6 6 13 3 റിമൈൻഡർ 1 5 3 7. ഓക്കെ, അപ്പോൾ നമുക്ക് 7 3 5 3 6 കിട്ടും. പോയിന്റ് നോക്കാം. 3 നമ്പേഴ്സ് മുന്നായിട്ട് പോയിന്റ് ശേഷം 3 നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ കിട്ടിയ ആൻസറിൽ നിന്ന് ലാസ്റ്റിൽ നിന്ന് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ എന്തൊരു 1 2 3 73.536 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ is equal to 73.536 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പറഞ്ഞുതരാം. നമുക്ക് ഒരു പാരലോഗ്രാം ഇത് 2 സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം 8ഉം ഒരെണ്ണം 12ഉം. അവരുടെ ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏരിയ ആയിരുന്നു. ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് നമുക്ക് ഓൾറെഡി 12 ആണെന്ന് അറിയാം. ഓക്കെ, ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ബി ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ ട്രയാങ്കിളുടെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെർട്ടെക്സിൽ നിന്ന് വേറെ വെർട്ടെക്സിലേക്ക് വരയ്ക്കുക. ഇവിടെ പാരലോഗ്രാം ആയതുകൊണ്ട് ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതായിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. 12 ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ബിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഏരിയ കിട്ടുള്ളൂ, പരപ്പളവ് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഈ BEയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തറിയാം? നമുക്ക് ഈ ഒരു ആംഗിളും ഈ ഒരു സൈഡേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ആംഗിളും ഈ ഒരു സൈഡും വെച്ചിട്ട് റിലേഷൻ നോക്കുക. ആംഗിൾ വെച്ചിട്ട് നോക്കുക. ആംഗിളിൻ്റെ ഏത് സൈഡിലാണ് കണ്ടുപിടിക്കാനുള്ള സൈഡ് ഇരിക്കുന്നത് നോക്കുക. ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെടുക്കണ്ടേ? സൈൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സൈൻ ആംഗിൾ നമുക്ക് അറിയാം 50 ഡിഗ്രി ആണ്. അപ്പോൾ സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് BE ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് അറിയാം 8 അറിയാം അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ഏറ്റവും വലിയ വശം 8 അറിയാം. അപ്പം ഈ വശം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ സൈൻ 50 ഡിഗ്രി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BE ആണ്. ഓക്കെ, സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം 0.766 ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ക്വസ്റ്റിൻ്റെ ഒപ്പം തന്നെ തരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ BE ഈസ് ഈക്വൽ ടു സൈൻ 50 ഡിഗ്രി ഇൻറ്റു 8. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ 50 ഡിഗ്രി ഇൻറ്റു 8 ചെയ്ത് നിങ്ങൾക്ക് BEയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ BEയുടെ വാല്യൂ 0.766. സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.766 ആണ്. ഇൻറ്റു 8 ചെയ്തപ്പോൾ 6.128 കിട്ടി. അപ്പോൾ BEയുടെ വാല്യൂ നമുക്ക് 6.128 കിട്ടി. ഇനി ഏരിയയിൽ കണ്ടുപിടിക്കണ്ടേ? ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12 ഇൻറ്റു BE. ഓക്കെ, 12 ഇൻറ്റു BE എന്നാണ്. അപ്പോൾ നമ്മൾ 12 ഇൻറ്റു 6.128 ചെയ്തു. അപ്പോൾ നമുക്ക് 73.536 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോഴും പോയിന്റ് ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എത്ര ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പറാണോ ഉള്ളത് അത്രയും പ്ലേസ് നമുക്ക് കിട്ടുന്ന ആൻസറിൽ നിന്ന് ബാക്കിൽ നിന്ന് മുമ്പോട്ട് എടുത്തിട്ട് വേണം പോയിന്റ് ഇടാനായിട്ട്. നിങ്ങൾ പോയിന്റ് ഇല്ലാണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ എത്ര പോയിന്റ് ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? Angles of 50 degree and 65 degree are drawn at the ends of a 5 cm long line to make a triangle. Calculate its area. ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ട്രയാങ്കിൾ ആണ്. നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഒരു 5 സെന്റിമീറ്റർ സൈഡുള്ള 5 സെന്റിമീറ്റർ സൈഡുള്ള അതിൻ്റെ 5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ. അതിന് രണ്ടറ്റത്തും വന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടറ്റത്തും വന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾസ് അറ്റ് എൻഡ്. ഈ അറ്റത്ത് എന്തോരും 50 ഡിഗ്രി, ഈ അറ്റത്ത് 65 ഡിഗ്രി. ട്രയാങ്കിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും വരാം. ഓക്കെ, ഈ അറ്റത്ത് 50 ഡിഗ്രി, ഈ അറ്റത്ത് 65 ഡിഗ്രി ആയിട്ടുള്ള ഒരു സൈഡ്, ഒരു വൺ സൈഡ് 5 സെന്റിമീറ്റർ ഒരു ഫിഗർ ഉണ്ട് എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ,
ജസ്റ്റ് നമുക്കറിയാം ABC എന്നായിക്കോട്ടെ നമ്മുടെ ഈ ട്രയാങ്കിളുടെ പേര്. ഇത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ എന്താ നമ്മൾ ഈ സി എന്ന ആംഗിൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സി എന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സി എന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എന്താ രീതിയായി എത്ര വരും സി എന്ന ആംഗിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹിന്റ് ഉണ്ടോ? നമ്മൾ 8ാം ക്ലാസ് തുടങ്ങി പഠിക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് കൂട്ടിയാൽ എത്രയേ വരാൻ പാടുള്ളൂ? 180 വരാൻ പാടുള്ളൂ. നമുക്ക് 2 ആംഗിൾസ് അറിയുകയും ചെയ്യാം. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആംഗിൾ സി എന്തായിരിക്കും? ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി അല്ലേ? നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതെന്താ? മൊത്തം കൂട്ടുമ്പോൾ 180 വരാൻ പാടുള്ളൂ. അപ്പോൾ 180ന്ന് ഈ 2 ആംഗിളും കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പം 180 ഡിഗ്രി മൈനസ് 150 എന്ന് കിട്ടും. ഓക്കെ, കുറച്ച് നോക്കിയേ. 5 7 - 1 6 0. അപ്പം നമുക്ക് എന്ത് കിട്ടി? 65 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 65 ഡിഗ്രി. ദാറ്റ് മീൻസ് 65 + 65 130 130 + 50 180 കണ്ടോ? അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കൂടി ഇപ്പം 180 കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ 50 ഡിഗ്രി ആണ്, ഇവിടെ 60 ഡിഗ്രി ആണ്. ഓക്കെ, 50 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും ആ ഒരു ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പം ഈ സൈഡ് നോക്കി നിങ്ങൾ കണ്ടോ, ഇവിടെ 50 ഡിഗ്രി ആണ്, 65 ഡിഗ്രി ആണ്. അപ്പം ഈ ഒരു ലൈനിന്റെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? ഈ ഒരു ലൈനിന്റെ ലെങ്ത്തും 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. പക്ഷേ ഈ സൈഡ് 5 സെന്റിമീറ്റർ വരുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ 65 ഡിഗ്രി, ഇവിടെ 65 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ എങ്ങനെ 5 എന്നത് കണ്ട 50 നമുക്ക് പറയാം. നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റിന് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുണ്ട്. അതിൽ 2 അറ്റത്തുമുള്ള ആംഗിൾ 15 ഡിഗ്രി 60 ഡിഗ്രി ആണ്. അതൊരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഫോം ചെയ്തു. എങ്കിൽ അതിന്റെ പരപ്പളവ് കാണാനാണ് ചോദ്യം, ഏരിയ കാണാനാണ് ചോദ്യം. അപ്പൊ നമ്മൾ തേർഡ് ആംഗിൾ കണ്ടുപിടിച്ചു. തേർഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് കാരണം ഈ സൈഡ് നമുക്ക് അറിഞ്ഞാലേ ബാക്കി പ്രോബ്ലം മുമ്പോട്ട് പോകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പോയത്. ഓക്കെ, തേർഡ് ആംഗിൾ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് മനസ്സിലായി? തേർഡ് ആംഗിളും 65 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് അറിയാൻ പറ്റും? കണ്ടോ, 50 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയാണ് 2 അറ്റത്തെങ്കിൽ ആ ഒരു ലൈൻ 5 സെന്റിമീറ്റർ നീളത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സൈഡ് നോക്കിയേ, ഇവിടെ 50 ഡിഗ്രിയും 65 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ എത്രയാണെന്ന് അസ്യൂം ചെയ്യാം. അതുകൊണ്ട് തന്നെ 5 സെന്റിമീറ്റർ ആണ് അസ്യൂം ചെയ്യാം. ഈ ഒരു സൈഡ് പറ്റില്ല, കാരണം ഇവിടെ രണ്ടും 65 ആണ്. അത് നമുക്കൊരു അങ്ങനത്തെ ഒരു കാര്യം ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ സൈഡ് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ കണ്ടുപിടിച്ചു. നമുക്ക് എന്താണ്? ഏരിയ കണ്ടുപിടിക്കാൻ പോകാം. അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് അറിയാലോ നിങ്ങൾക്ക് അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ പരപ്പളവ് കാണാനുള്ള അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ എല്ലാ ഫിഗേഴ്സിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. നമ്മൾ പാരലോഗ്രാം കണ്ടു, റോംബസ് കണ്ടു, ഓക്കെ, പിന്നെ എന്താണ്ടത്? ട്രയാങ്കിൾ കണ്ടു, അങ്ങനെയൊക്കെ. അപ്പൊ ആ ഒരു ഫിഗേഴ്സിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ട്രയാങ്കിളിന്റെ ഈ ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, അപ്പൊ എന്തായി മാറും? ഇത് നമ്മൾ 90 ഡിഗ്രി ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ബി എന്ന് പേര് കൊടുക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹാഫ് ഇൻറ്റു ബേസ് നമുക്ക് അറിയാം. ബേസ് എത്രയാണെന്ന് അറിയാം? 5 എന്ന് അറിയാം. ഹൈറ്റ് നമുക്ക് CD. ഓക്കെ, ഇത് CD, ഇത് C ആണ്, ഇത് D ആണ്. ഓക്കെ, അപ്പൊ ഈ CD ആണ് ഹൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അതിന്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് CD കണ്ടുപിടിക്കാൻ നോക്കാം. CD കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ട്രയാങ്കിൾ ഇവിടെ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. ഓക്കെ, ഒന്നിനെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നിന് ഈ ആ സെക്ഷൻ മാത്രം എടുത്ത് വരയ്ക്കാം കേട്ടോ. ADC. ഓക്കെ, ഇവിടെ നമുക്ക് 50 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, ഇത് നമുക്ക് 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CD ആണ്. CD മീൻസ് ഹൈറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ റിലേഷൻ എടുക്കുക? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത മാതിരി തന്നെ 50 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശമാണ്. അപ്പൊ എന്താ എടുക്കണ്ടേ? ഓപ്പോസിറ്റ് ഉള്ള വശമാണെങ്കിൽ എന്താ എടുക്കണ്ടേ? സൈൻ ആണോ കോസ് ആണോ? സൈൻ അല്ലേ? സൈൻ എടുത്താൽ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം കിട്ടുള്ളൂ. കോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AD എന്ന ലെങ്ത് ആയിരിക്കും കിട്ടുക. അതിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ആവശ്യമാണ് ഉള്ളത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ സൈൻ 50 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. സൈൻ 50 ഡിഗ്രി എടുക്കുമ്പോൾ എന്തോരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം 5 ആണെന്ന് അറിയാം കണ്ടോ. അപ്പൊ ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഈ ഒരു ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ CD കണ്ടുപിടിക്കാം. Sin 50 degree is equal to CD by hypotenuse, that is 5. Okay, 5. അപ്പോൾ നമുക്ക് CD എങ്ങനെ കണ്ടുപിടിക്കാം?
സി ഡി ഈസ് ഈക്വൽ ടു ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സി ഡി ഈസ് ഈക്വൽ ടു സൈൻ 50 ഡിഗ്രി ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? സി ഡി ഈസ് ഈക്വൽ ടു സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.766 തന്നെ അല്ലേ? നേരത്തെ തന്നെ 0.766 തന്നെ. 0.766 ഇൻറ്റു 5. ഓക്കെ, നമുക്ക് സി ഡിയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ അവിടെ ചെയ്തു. Six into 5, 30. 30 0. Remainder 3. 33 3. Remainder 3. 35 38. ഓക്കെ, 3 പ്ലേസ് കഴിഞ്ഞിട്ടായിരുന്നു പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് 1 2 3 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ 3.830 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3.830. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് സി ഡി ആണ് കിട്ടിയത്. സി ഡി നമുക്ക് 3.830 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ സി ഡിയുടെ വാല്യൂ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഏരിയ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ആ സി ഡിയുടെ വാല്യൂ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് മനസ്സിലായില്ല? നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 5 സെന്റിമീറ്റർ വശമുള്ളൊരു വര, അതിന് രണ്ടറ്റത്തുള്ള ആംഗിൾ 15 ഡിഗ്രിയും 60 ഡിഗ്രിയാണ്. അത് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഫോം ചെയ്തു എങ്കിൽ ആ ട്രയാങ്കിളിന്റെ പരപ്പളവ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. ആംഗിൾസ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ ഉപയോഗിച്ച് ഒരു ത്രികോണത്തിന്റെ 3 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടാൻ പാടുള്ളൂ. ഇത് ഏത് ട്രയാങ്കിൾ ആയാലും, ഇക്വലാറ്റർ ട്രയാങ്കിളോ ഐസോസെലസ് ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ ആയാലും 3 ആംഗിൾസ് ഉണ്ടാവുള്ളൂ ട്രയാങ്കിൾ. ആ 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180 കൂടുതൽ പോകാൻ പാടില്ല. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആ മൂന്നാമത്തെ ആംഗിൾ 65 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ് മനസ്സിലായി. ഈ ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആദ്യം ഈ ആംഗിൾ കണ്ടുപിടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹൈപ്പോട്ന്യൂസ്, ഈ ഒരു ഫിഗർ എടുക്കുമ്പോൾ നമുക്ക് ഹൈപ്പോട്ന്യൂസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വശം 5 സെന്റിമീറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ആംഗിൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു വെച്ചാണ്. ബേസ് നമുക്ക് 5 ആണെന്ന് അറിയാം അല്ലേ? പാത 5 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഉയരം എന്ന് പറയുന്നത് ഈ ഒരു മൂലയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാവുന്ന അതായിരിക്കും ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സി ഡി ആണ് എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു സി ഡി ആണ് നമ്മുടെ എന്ത്? നമ്മുടെ ഈ ഒരു ട്രയാങ്കിളുടെ ഹൈറ്റ് അല്ല ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സി ഡി കണ്ടുപിടിക്കണം. സി ഡി കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. നമുക്ക് അറിയാവുന്നത് 50 ഡിഗ്രിയാണ്. സി ഡി എടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു സി ഡി ബൈ സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു സി ഡി ബൈ ഹൈപ്പോട്ന്യൂസ് 5 കിട്ടി. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു സൈൻ 50 ഇൻറ്റു 5 എന്ന് കിട്ടി. സൈൻ 50 0.766 ആണ്. ഇൻറ്റു 5 3.830 എന്ന് കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ സി ഡിയുടെ വാല്യൂ ദാറ്റ് മീൻസ് 3.830 നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഏരിയ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ഒരു സൈനാണ് കോസാണ് ആ ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. എല്ലാവരും നമ്മൾ ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാവരും സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് വന്നത്. ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ സൈൻ ആണോ കോസാണോ ആ ഒരു ഇപ്പോൾ വിൽക്കുന്ന നമ്മൾ ചെയ്തത് സൈനാണ്, പക്ഷെ എക്സാമിന് സൈൻ തന്നെ വന്നത് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ചൂസിങ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡെസിമൽ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോയിന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് വ്യത്യാസം വരും. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 3.830. ഓക്കെ, അപ്പോൾ 5/2 എന്ന് പറയുന്നത് എന്താണ്? 5/2 എന്ന് പറയുന്നത് 2.5 ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 5/2 2.5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2.5 ഇൻറ്റു 3.830 എന്ന് ഇടാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ സെയിം തന്നെ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 5 ഡിവൈഡ് ബൈ 2 നോക്കാം. 5 divided by 2 into 3.830. That means 2.5 into 3.830. നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എവിടെ മൾട്ടിപ്ലൈ ചെയ്യും? നമ്മൾ പോയിന്റ് ഒക്കെ മാറ്റി നിർത്തിയിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. 3830 into 25. ഓക്കെ, 5 into 0 0. 5 into 3 15 5 remainder 1 40 41 remainder 4 5 3s are എന്താണ്? 15 15 plus 4 19 അല്ലേ? ഇങ്ങനെ കിട്ടി. into 0 6 16 6 remainder 1 7. ഓക്കെ, എന്നിട്ട് 0 5 7 15 5 remainder 1 7 8 9. ഓക്കെ, നമുക്ക് കിട്ടിയത് പോയിന്റ് ഒന്നും ഇട്ടിട്ടില്ല. 9550 എന്നാണ് കിട്ടിയത്. ഓക്കെ,
5750. ഇനി ഞങ്ങൾ പോയിന്റ് ഇടണം. പോയിന്റ് ഇടുന്ന കാര്യം എന്ന് പറയുന്നത് നോക്കുക എത്ര പോയിന്റ് വരും നോക്കാം കേട്ടോ. നോക്കിയേ ഇവിടെ നോക്കിയേ 1 2 3 ഇവിടെ 1 മൊത്തം എത്ര പോയിന്റ് ആണല്ലേ? 4 പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്യാം. രണ്ട് സ്ഥലത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ രണ്ടിന്റെ പോയിന്റ് നിങ്ങൾ കൗണ്ട് ചെയ്യണം കേട്ടോ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട് അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 ഇവിടെ പോയിന്റ് ആയിട്ട് ഒരു സംഖ്യ. അപ്പൊ മൊത്തം പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആൻസറിൽ നിന്ന് 4 ഡിജിറ്റ് ഫ്രണ്ടോട്ട് എടുത്തിട്ട് വേണം, ബാക്കിൽ നിന്ന് 4 ഡിജിറ്റ് ഫ്രണ്ടോട്ട് എടുത്തിട്ട് വേണം പോയിന്റ് ഇടാനായിട്ട്. അപ്പൊ എന്ത് വരും? 1 2 3 4 അല്ലേ? അപ്പൊ എന്ത് വരും? 9.5750 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, 9.5750 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഒരു ഏരിയ. വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. 9.57 എഴുതാം. ഓക്കെ, റൗണ്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഈ 3.830 CD എന്ന വാല്യൂ ഇട്ടിട്ട് കൊടുത്തു. 1/2 × 5 × 3.830. അപ്പോൾ 5 വെട്ടി പോകില്ലല്ലോ. അപ്പോൾ 5/2 എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ പകുതി 2.5 2.5 × 3.830. രണ്ടും കൂടി ഇൻറ്റു ചെയ്തു. നമ്മൾ പോയിന്റ് മേക്ക് ചെയ്തി നമുക്കുള്ള ആൻസർ കിട്ടി. ഓക്കെ, റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 5.56 അല്ലെങ്കിൽ 9.6 എന്നോ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. പ്രശ്നമില്ല. റൗണ്ട് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ എഴുതാനും വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. ഇതിലൊക്കെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരുന്നു. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സസൈസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, പിന്നെ നമ്മൾ ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന് പറഞ്ഞ സെക്ഷനാണ് പിന്നെ തുടങ്ങുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് നമ്മൾ ടാൻ്റെ കാര്യം പഠിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സൈനും കോസും കൂടാതെ അത് ഈ എക്സസൈസ് കഴിയുമ്പോഴാണ് നമ്മൾ പഠിക്കാവുന്ന സർക്കിളും ട്രയാങ്കിളായിട്ട് റിലേഷനാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു ആംഗിളോടെയും പഠിക്കും, സൈനും കോസും അല്ലാണ്ട് ടാൻ എന്ന് പറഞ്ഞൊരു ആംഗിളോടെയും പഠിക്കും, ടാൻ തീറ്റ. ഓക്കെ, ടാൻ 45 ഡിഗ്രി 35 ഡിഗ്രി ഒക്കെ ഒരു മെയിനായിട്ട് പഠിക്കാനുള്ള അതാണ്. ഇതിപ്പോൾ വന്നില്ല, അടുത്ത സെക്ഷൻ കഴിയുമ്പോഴാണ് ആ ടാൻ തീറ്റയുടെ കാര്യം വന്നത്, ടാൻ്റെ ആംഗിൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സസൈസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് പിന്നത്തെ ആണെങ്കിൽ ന്യൂ സെക്ഷൻ പിന്നെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. എളുപ്പമല്ലേ? നിങ്ങൾ ചെയ്ത് തന്നെ അവർക്ക് മനസ്സിലായി കാണും. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അധികം കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല. എന്താണ്, പെട്ടെന്ന് തന്നെ വലിയ ലെങ്ത്തൊന്നും ഇല്ലാത്ത പ്രോബ്ലംസ് ആണ്. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലെ കുറേ സ്റ്റെപ്സ് ഒന്നും നമ്മൾ ഇക്വേഷൻ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നോക്കാം. എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് വൺ സൈഡ് 8 centimeters and an angle on it is 40 degree. What should be the minimum length of the opposite side of this angle? ഇപ്പം എന്താണ്, ഒരു ത്രികോണമാണ് വരയ്ക്കാനുള്ളത്. ഒരു സൈഡ് നമുക്ക് 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ആംഗിള് ഇപ്പം ഇങ്ങനെയാണ് ത്രികോണം വരയ്ക്കാൻ പോണേ. കാരണം നമുക്ക് ആംഗിൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 40 ഡിഗ്രി എടുത്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിട്ടായിരിക്കും വരാം. ഓക്കെ, നമ്മൾ 40 ഡിഗ്രി നമുക്ക് അറിയാമല്ലോ, 90 ഡിഗ്രി ഇങ്ങനെ. അപ്പോൾ ഏകദേശം ഒരു 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും. ഒരു 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആംഗിൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നിങ്ങൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, ഒരു 8 സെന്റിമീറ്റർ ഉള്ളത് വരാം. അത് നമ്മളുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ അപ്പോൾ ഒരു വരേണ്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ ഒരു വരേണ്ടാവും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമ്മളോട് ചോദ്യം എന്ന് പറയുന്നത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വന്ന സൈഡ് എത്രയാവാം. ഓക്കെ, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വന്ന സൈഡിൽ നിങ്ങൾക്ക് പേര് കൊടുക്കാമെന്ന് ABC. ഈ BC എന്ന സൈഡ് എത്ര വരാം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഷുഡ് ബി ദ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ? എത്ര ലെങ്ത് മിനിമം ഈ ഒരു സൈഡിന് വേണം? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സൈഡിന് മിനിമം എത്ര ലെങ്ത് ആവാം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ CB എന്ന സൈഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. കുറച്ച് ട്വിസ്റ്റ് ആയിട്ട് കൊടുത്തേണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. സംഭവം എളുപ്പമാണ്. ആ CBയുടെ ലെങ്ത് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് തന്നിട്ട് 8 സെന്റിമീറ്ററുള്ള വര, അതുപോലെ 40 ഡിഗ്രി ഉണ്ട്, ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വന്ന സൈഡ് എത്ര മിനിമം എത്ര മെഷർ ആവാം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ CB കണ്ടുപിടിക്കുക. CB കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ, നമുക്കറിയാം ഈ ആംഗിൾ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ആംഗിളും ഈ സൈഡും ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് CB എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കണ്ടേ? sin 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു CB ബൈ എന്താണ്, ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഈ വശമാണോ? CA നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇതാണോ ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾ വിചാരിക്കും. ഞാൻ പറഞ്ഞു ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത് 90 ഡിഗ്രി എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഹൈപ്പോട്ടന്യൂസ് തന്നെ അല്ലേ?
ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു സി എ അല്ല ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള എ ബി ആണ് ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, അപ്പോൾ അത് തെറ്റിച്ചിരിക്കരുത്. ഹൈപ്പോട്ന്യൂസ് അറിയില്ല എന്ന് വെച്ചാൽ തെറ്റാന്ന് വിചാരിക്കരുത്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എ ബി ആണ്. എപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് സൈഡ് ആയിരിക്കും ഹൈപ്പോട്ന്യൂസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പം CB/8 ആണ് നമ്മുടെ കിട്ടുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? CB. അപ്പോൾ CB എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. CB × 1 = CB = sin 40 ഡിഗ്രി × 8. എളുപ്പത്തിൽ തന്നെ തരും കേട്ടോ. ജസ്റ്റ് ഇത്രയും സ്റ്റെപ്പ് ഉള്ളൂ. sin 40 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് ടേബിളിൽ ഒന്ന് നോക്കാം. sin 40 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.6427 അല്ലേ? നിങ്ങളെ ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പേജ് നമ്പർ എത്രയാണ്? 106 നിങ്ങൾക്ക് കാണാൻ പറ്റും. sin 40യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.6428. ഓക്കെ, 0.6428 × 8. ഈ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി അല്ലേ? ഇത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 6428 × 8. 8 × 8 64 4 റിമൈൻഡർ 6. 16 പ്ലസ് 6 എന്ന് പറയുന്നത് 22 2 റിമൈൻഡർ 2. ഓക്കെ, 8 × 4 32 33 34 4 റിമൈൻഡർ 3. 8 6 are 48 4 9 50 51. ഓക്കെ, നമ്മൾ പോയിന്റ് ഇടണം. പോയിന്റ് എത്രയാണ്? 4 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് അല്ലേ? ഇവിടെ 0 നമുക്ക് കിട്ടി 5 1 4 2 4 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, 1 2 3 4 4 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. ഈ പോയിന്റിന് ശേഷം 4 പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആൻസർ ചെയ്യുന്ന ലാസ്റ്റ് 4 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. 1 2 3 4. ഇപ്പം എന്ത് കിട്ടും? 5.1424 സെന്റിമീറ്റർ. ഈ 5.14 എഴുതിയാൽ മതി. 2 പ്ലേസ് വെച്ച് നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു CB എന്ന സൈഡിന്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാവണം? 5.1424 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു കണ്ടീഷൻ അപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ CB എന്ന ലെങ്ത് കണ്ടുപിടിച്ചല്ലേ? CB ലെങ്ത് 5.1424 ആണ്. ഇത്രയുള്ള ചോദ്യം. ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് ഭയങ്കര സംഭവം എന്ന് വയ്ക്കും. പക്ഷേ ഒറ്റ ആ 2-3 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എക്സസൈസിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു എക്സസൈസ് നമ്മൾ എന്താണ് പഠിച്ചത്? സൈൻ കോസ്. പുതിയൊരു മെഷറാണ് പഠിച്ചത്, സൈൻ കോസ്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു അല്ലേ? നമ്മൾ പ്രോബ്ലം ചെയ്യുക എങ്ങനെയാണ് ഒരു പ്രോബ്ലം സൈൻ എപ്പോഴാണ് എടുക്കേണ്ടത്, കോസ് എപ്പോഴാണ് എടുക്കേണ്ടത് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ആംഗിളും കണ്ടുപിടിക്കാനുള്ള വശവും നോക്കുക. അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും സൈൻ ചൂസ് ചെയ്യുക. അത് അടുത്താണ് ആ ആംഗിളിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും കോസ് യൂസ് ചെയ്യുക. അപ്പോൾ മിക്കതും നമ്മൾ സൈൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു കോസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തന്നേണ്ട എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കോസ് യൂസ് ചെയ്ത് പ്രോബ്ലം കുറവാണ് എന്നത്. പക്ഷേ എക്സാമിന് കോസിന് വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ രണ്ടും നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ പ്രോബ്ലം ഒക്കെ ചെയ്തത് സെയിം മാനറിൽ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുക എല്ലാത്തിനും ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാവരും സെയിം ആണ്. അപ്പോൾ ഇത് ഇന്ന് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, എടുക്കുന്നത് അന്ന് തന്നെ പഠിച്ചു. ജസ്റ്റ് 3 പ്രോബ്ലം എളുപ്പമുള്ള പ്രോബ്ലമാണ്, അത് പഠിച്ചു പോവുക. ഞാൻ അടുത്ത് എടുക്കും തോറും നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇത് ഒന്നിച്ച് പാഠം തീരുവോ പഠിക്കാമെന്ന് ചെയ്യുന്ന നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനാണ്. കാരണം കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വന്നത്. അപ്പോൾ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാനൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പഠിച്ചില്ലാണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വെറുതെ തന്നെ നോട്ട് ചെയ്തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ജസ്റ്റ് 3 പ്രോബ്ലം എടുത്തോളൂ. 1/2 മണിക്കൂറിൻ്റെ ക്ലാസ്സേ ഉള്ളൂ. ചെറിയ പ്രോബ്ലമാണ്. അത് ഇന്ന് തന്നെ എഴുതി ഇന്ന് തന്നെ ഉള്ളിലേക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ തീർക്കണം. ഓക്കെ, താങ്ക് യു.